ഇരിട്ടി നഗരസഭയുടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. ഇരിട്ടി നഗരസഭാ ഹാളിൽ ചെയർപേഴ്സൺ വി വിനോദ് കുമാറിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ഇരിട്ടി മട്ടന്നൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർ, പൊതുമരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഇരിട്ടി ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ, മട്ടന്നൂർ എൻഫോഴ്സ്മെന്റ് RTO, ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി പ്രതിനിധികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. നമ്മുടെ നഗരസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമായിട്ടുള്ള ഇരിട്ടി പട്ടണം കുറേ കാലമായി ഗതാഗത കുരുക്കുകൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു പട്ടണം. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണം. കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ സാധ്യത ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് കർണാടകത്തിൽ നിന്ന് ഉൾപ്പെടെ വാഹനങ്ങൾ വലിയ നിലയിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൗണും അതിലേക്കൂടിയുള്ള റോഡും നമുക്കൊക്കെ അറിയാം. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്കവിടെ റോഡിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നേരത്തെ KSTPൻ്റെ ഭാഗമായിട്ട് നവീകരിച്ചതാണ്. പക്ഷെ എന്നിരുന്നാലും വാഹനങ്ങൾ പെരുകുന്നതനുസരിച്ച് ഗതാഗത കുരുക്ക് വർദ്ധിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉൾപ്പെടെ അറിയാം. ഇന്നലെ ഒരു പത്രത്തിൽ ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥലപരിമിതി ഉൾപ്പെടെ വാർത്തയായിട്ട് വന്നിട്ടുണ്ട്.